അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? തൊഴിലവസരം തേടിയുള്ള ആഭ്യന്തര കുടിയേറ്റം കേരളത്തിന് ബാധ്യതയാകുമോ? താഴ്ന്ന വരുമാനക്കാരുടെ വരവ് പണപ്പെരുപ്പ ഭീതി പരത്തുമോ? സ്വർണവിലയിൽ ഇനിയൊരു മാജിക് ഉണ്ടാവുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ദിസ് നെക്സ്റ്റ്. താഴ്ന്ന വരുമാനക്കാരുടെ വരവ് കേരളത്തിനും തമിഴ്നാടിനും ഭീഷണിയാകുന്നു. പണപ്പെരുപ്പം വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. കേരളം, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ ഉയർന്ന വരുമാനമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള തൊഴിലാളികളുടെ കുടിയേറ്റത്തിന് കാരണമാകുന്നു എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലുള്ളത്. ചില്ലറ വിൽപ്പന മേഖല പരിശോധിച്ചാൽ പച്ചക്കറി, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ വില ഉയർന്നതായി കാണാം. ഇത് പണപ്പെരുപ്പത്തിന്റെ സൂചനയാണ് നൽകുന്നതെന്നാണ് വിദഗ്ധരുടെ പക്ഷം. 2021 മുതൽ 2025 സാമ്പത്തിക വർഷം വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ വടക്കുകിഴക്കൻ മേഖലകളിൽ പണപ്പെരുപ്പം 3.4% കുറഞ്ഞു. തെക്കൻ മേഖലയിൽ ഇത് 2.6% മാത്രമാണ് കുറവ് രേഖപ്പെടുത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവയ്ക്ക് ഉയർന്ന നികുതി ചുമത്തുന്നതും വിനയാകും. വാഹനങ്ങൾക്കും ഫ്ളാറ്റുകൾക്കുമുള്ള രജിസ്ട്രേഷൻ ചാർജുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചുമത്തുന്ന ഉയർന്ന പണപ്പെരുപ്പത്തിന് കാരണമാകും. ഫെബ്രുവരിയിലെ കേരളത്തിന്റെ 7.3% എന്ന പണപ്പെരുപ്പ നിരക്കുകൾ വിരൽ ചൂണ്ടുന്നതും ഈ വാദങ്ങളെ ശരിവെക്കുന്നതിലേക്കാണ്. റെക്കോർഡുകളൊന്നും സ്വർണത്തിന് പുതുമയല്ലാതായിരിക്കുകയാണ്. നിലവിലെ താൽക്കാലിക ആശ്വാസം വെറും താൽക്കാലികം മാത്രമായിരിക്കും. റെക്കോർഡുകൾ തകർത്തുള്ള മുന്നേറ്റത്തിന് ചെറിയൊരു ആശ്വാസം നൽകിയിരിക്കുകയാണ് സ്വർണവില. കഴിഞ്ഞ ദിവസങ്ങളിലെ രാജ്യാന്തര വിലയിലെ റെക്കോർഡ് മുതലെടുത്ത് നിക്ഷേപകർ ഗോൾഡ് ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ ലാഭമെടുപ്പ് നടത്തിയിരുന്നു. ഇതാണ് വിലക്കുറവിലേക്ക് നയിച്ചത്. കേരളത്തിലും വില താഴാൻ ഈ നീക്കം സഹായിച്ചു. രൂപ ശക്തമാകുകയും ഡോളർ മൂല്യം താഴുകയും ചെയ്യുമ്പോൾ സ്വർണം ഇറക്കുമതി ചെലവ് കുറയും, ആഭ്യന്തര സ്വർണവില കുറയും. അതേസമയം രാജ്യാന്തര വില വൻ ചാഞ്ചാട്ടത്തിന് വരും ദിവസങ്ങളിൽ സാക്ഷിയായേക്കുമെന്നാണ് നിരീക്ഷകരുടെ പക്ഷം. 2945 ആഗോള സ്വർണവില ഇടിഞ്ഞേക്കും. എങ്കിൽ വൻ വിലയിടിവിനാണ് കാത്തിരിക്കുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. വെളിച്ചെണ്ണ വില കത്തിക്കയറുന്നു. കൊപ്ര, പച്ചത്തേങ്ങ ലഭ്യത കുറഞ്ഞത് വിപണിയിലും കാർഷിക മേഖലകളിലും റെക്കോർഡ് മുന്നേറ്റം. കുരുമുളക് 7 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ശക്തമായ വാങ്ങൽ താൽപര്യം നേട്ടമായി. ഏലക്ക ഉൽപാദനം ചുരുങ്ങുമെന്ന ആശങ്കയിൽ ഉൽപാദകർ. റബ്ബർ വില 200-ന് മുകളിൽ ഇടം കണ്ടെത്തി. നാളികേരോൽപ്പന്നങ്ങൾ സർവകാല റെക്കോർഡ് വിലയിലാണ് വാരാന്ത്യം. ഈസ്റ്റർ, വിഷു വരെ കാത്തിരിക്കാതെ വിളവെടുപ്പ് നടത്തുകയാണ് ചെറുകിട കർഷകർ. ഉത്തര കേരളത്തിലും പച്ചത്തേങ്ങ വില കുതിച്ചു കയറിയതാണ് ഉൽപാദകരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. വെളിച്ചെണ്ണ ഒരാഴ്ചക്കിടയിൽ ക്വിന്റലിന് 1200 രൂപ വർദ്ധിച്ചതും പച്ചത്തേങ്ങ സംഭരണം ശക്തമാക്കാൻ മില്ലുകാരെ പ്രേരിപ്പിച്ചു. കൊപ്ര റെക്കോർഡ് വിലയായ 16,400 രൂപയിലെത്തി. കൊപ്രയ്ക്ക് പ്രഖ്യാപിച്ച താങ്ങുവിലയായ 11,552 രൂപയേക്കാൾ 4,988 രൂപ ഉയർന്നാണ് വിപണനം നടക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ മൂലം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാളികേര ഉൽപാദനത്തിൽ വൻ ഇടിവുണ്ടായി. കൊച്ചിയിൽ വെളിച്ചെണ്ണ റെക്കോർഡ് വിലയായ 24,800 രൂപയിലാണ്. ആഗോള സുഗന്ധവ്യഞ്ജന വിപണിയിൽ കുരുമുളക് ശക്തി പ്രാപിച്ചു. ലഭ്യത ഉറപ്പിക്കാൻ ഇറക്കുമതിക്കാർ ഉയർന്ന വിലയ്ക്ക് വാങ്ങിക്കൂട്ടി. പ്രധാന ഉൽപാദന രാജ്യങ്ങളിൽ സ്റ്റോക്ക് ചുരുങ്ങിയതോടെ വാങ്ങലുകാർ മലേഷ്യൻ കുരുമുളകിൽ താൽപര്യം കാണിച്ചു. കുരുമുളകിനും വെള്ള കുരുമുളകിനും ഉയർന്ന വിലയാണ്. യൂറോപ്യൻ ബയ്യർമാരിൽ നിന്നുള്ള അന്വേഷണങ്ങൾ പ്രവഹിച്ചതോടെ കുരുമുളകിന് 7,100 മുതൽ 7,300 വരെ ഡിമാൻഡ് ചെയ്യുകയാണ് ഉൽപാദക രാജ്യങ്ങൾ. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള കുരുമുളക് നീക്കം കുറഞ്ഞു. കൊച്ചിയിൽ കുരുമുളക് 7 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 70,900 രൂപയിലാണ്. കൊടുംവേനലിൽ ഏലയ്ക്ക ഉൽപാദനം കുറയുമെന്ന് വ്യക്തമായിട്ടും നിരക്ക് ഉയർത്താൻ ഇടപാടുകാർ തയ്യാറായില്ല. ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും മത്സരിച്ചാണ് പല അവസരത്തിലും ചരക്ക് സംഭരിച്ചത്.
വരണ്ട കാലാവസ്ഥ കണക്കിലെടുത്താൽ സ്റ്റോക്കിസ്റ്റുകളുടെ നീക്കങ്ങൾ വരും ദിനങ്ങളിൽ നിർണായകമാകും. ശരാശരി ഇനം ഏലക്ക കിലോ 2500 രൂപയിലാണ് നീങ്ങുന്നത്. സംസ്ഥാനത്തെ റബ്ബർ കർഷകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഷീറ്റ് വില കിലോ 200 രൂപയ്ക്ക് മുകളിൽ ഇടം കണ്ടെത്തി. വിപണിയുടെ ചലനങ്ങൾ അടിമുടി വീക്ഷിക്കുകയാണെങ്കിലും ഉൽപാദന മേഖലയിൽ കാര്യമായ ചരക്കില്ല. വരണ്ട കാലാവസ്ഥ മൂലം റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായും സ്തംഭിച്ചതിനാൽ ടയർ വ്യവസായികൾ തിരക്കിട്ടുള്ള വാങ്ങലുകൾക്ക് തയ്യാറായില്ല. കൊച്ചിയിൽ 4ാം ഗ്രേഡ് കിലോ 203 രൂപയിൽ കൈമാറി. 5ാം ഗ്രേഡ് 200 രൂപ. തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 207 രൂപയിലാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഗുണനിലവാരത്തിൽ ആശങ്ക. ഗൂഗിൾ പിക്സൽ 9a വിപണിയിലെത്താൻ വൈകിയേക്കും. ഗുണനിലവാര പ്രശ്നം മൂലമുള്ള ആശങ്കകൾ കാരണം ഗൂഗിൾ പിക്സൽ 9a വിപണി പ്രവേശനം കുറച്ച് വൈകിയേക്കുമെന്നാണ് സൂചന. ഏപ്രിൽ പ്രീ ബുക്കിംഗ് ഓർഡറുകൾ ആരംഭിച്ചേക്കുമെന്നും അഭ്യൂഹമുണ്ട്. പിക്സൽ 9a ഇന്ത്യയിലെ വില 49,999 രൂപയാണ്. 256 GB സ്റ്റോറേജ് വേരിയന്റിൽ മാത്രമാണ് ഇത് ലഭ്യമാകുന്നത്. പിക്സൽ 9a 48 MB പ്രൈമറി സെൻസറും 13 MB അൾട്രാ വൈഡ് ലെൻസും അടങ്ങുന്ന ഡ്യുവൽ ക്യാമറ സജ്ജീകരണമുണ്ട്. മാക്രോ ഫോക്കസ് വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ A സീരീസ് പിക്സൽ കൂടിയാണിത്. കൂടാതെ ആഡ്മി, ബസ്റ്റേക്ക്, ഓട്ടോ ഫ്രെയിം, റീ ഇമാജിൻ എന്നിവയുള്ള മാജിക് എഡിറ്റർ പോലെയുള്ള AI പവർ ക്യാമറ ടൂളുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പൊടിക്കും വെള്ളത്തിനും എതിരായ പ്രതിരോധത്തിന് IP68 റേറ്റിംഗുമുണ്ട്. കിയ കാരൻസ് അടുത്ത മാസം. EV മോഡലിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം. പരീക്ഷണങ്ങളെല്ലാം അവസാനിപ്പിച്ച് അടുത്ത മാസം നിരത്തിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് കിയ കാരൻസ്. SUV മോഡലിന് സമാനമായിരിക്കും കാരൻസ്. ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും സൂചനകളുണ്ട്. കാരൻസിന് പുതിയ അലോയ് വീലുകളാകും ഉണ്ടാകുക. ഗ്രില്ലിനും മാറ്റങ്ങൾ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മാറ്റങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. പാനോറമിക് സൺറൂഫ്, ഡ്യുവൽ TFT സ്ക്രീൻസ്, കാലാവസ്ഥാ നിയന്ത്രണ ക്രമീകരണങ്ങൾക്കുള്ള ടച്ച് പാനൽ എന്നിവയുണ്ടാകും. ഈ അപ്ഡേറ്റുകളെല്ലാം അധികം വൈകാതെ പുറത്തിറങ്ങുന്ന കാരൻസിന്റെ EV മോഡലിലും പ്രതീക്ഷിക്കാം. വിനോദവാരം. അഭിനയ മികവുകൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്ത താരമാണ് ആലിയ ഭട്ട്. നോക്കാം ആലിയയുടെ വരാനിരിക്കുന്ന സിനിമാ വിശേഷങ്ങൾ. ജിഗ്ര, ഗംഗൂഭായ് കത്തിയവാടി, റോക്കി ഓർ റാണി കി പ്രേം കഹാനി തുടങ്ങിയ സിനിമകളിലെ ശക്തമായ വേഷങ്ങളിലൂടെ അറിയപ്പെടുന്ന താരമാണ് ആലിയ ഭട്ട്. ആലിയയുടേതായി അണിയറയിൽ ഒട്ടേറെ ചിത്രങ്ങളാണ് ഒരുങ്ങുന്നത്. യശ്രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സസിൽ നിന്ന് നായികാ പ്രാധാന്യമുള്ള ചിത്രം എത്തുന്നു. ആൽഫ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ആലിയ ഭട്ടാണ് നായിക. ആൽഫ സംവിധാനം ചെയ്യുന്നത് ശിവ് റവയിലാണ്. യൂണിവേഴ്സിലെ മുൻ ചിത്രങ്ങൾ പോലെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും ആൽഫയും. ആലിയയും ഷർവരി വാഗും ഏജന്റുമാരായെത്തുന്ന ചിത്രം ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തും. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തും. സഞ്ജയ് ലീല ബൻസാലിയുടെ ലവ് ആൻഡ് വാർ എന്ന ചിത്രത്തിൽ ആലിയ ഭട്ട്, രൺബീർ കപൂർ, വിക്കി കൗശൽ എന്നിവരുൾപ്പെടെ ഒരു മികച്ച താരനിര അണിനിരക്കുന്നു. പ്രണയവും ആക്ഷനും കോർത്തിണക്കിയ ചിത്രമാണിത്. കഥാതന്തു പുറത്തുവിട്ടിട്ടില്ലെങ്കിലും മനോഹരമായ ദൃശ്യവിരുന്നായിരിക്കും ഈ ചിത്രം. 2026 മാർച്ച് 20-ന് ചിത്രം തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷ. അയൻ മുഖർജി സംവിധാനം ചെയ്ത ബ്രഹ്മാസ്ത്ര വൻ വിജയമായിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിന്റെ 2ാം ഭാഗം ബ്രഹ്മാസ്ത്ര പാർട്ട് 2 ദേവ് എത്തുന്നു. ആലിയയുടെ ജീവിതത്തിലെ നായകൻ തന്നെയാണ് ചിത്രത്തിലും നായകനായെത്തുന്നത് രൺബീർ കപൂർ. 2026 ഡിസംബറിൽ ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ. ഇനി പ്രധാന ഇവന്റുകൾ. BNI ഇന്ത്യ നാഷണൽ കോൺഫറൻസ് മെയ് 24-25 തീയതികളിൽ കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ. നെർത്തി നാഷണൽ ട്രൈബൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ മാസം 27 മുതൽ 29 വരെ കോഴിക്കോട് നടക്കും. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.